ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. സോ അതിലെ ബ്ലോക്ക് 1 ആയ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ ആദ്യത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് HRM? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? ഒരു ഓർഗനൈസേഷനിൽ കുറേയധികം എംപ്ലോയീസ് ഉണ്ടാവും. ഒരു കമ്പനിയിൽ അവിടെ ജോലി ചെയ്യുന്ന കുറേയധികം ആൾക്കാരുണ്ടാവും. അപ്പം ഈ എംപ്ലോയീസിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് സ്ട്രാറ്റജിക് വേ. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ഹയറിംഗ്, ട്രെയിനിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് എംപ്ലോയീസ് ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ അച്ചീവ് ഇറ്റ്സ് ഗോൾസ്. അപ്പോൾ എന്തൊക്കെയായി ഒരു HRM വരിക? എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക. എന്തിനു വേണ്ടിയാ? ഒരു ഓർഗനൈസേഷൻ അവരുദ്ദേശിക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. സോ HRM ഈസ് ദ പ്രോസസ് ഓഫ് മാനേജിങ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. സോ എന്തുകൊണ്ടാണ് HRM ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നത്? വൈ ഈസ് HRM ഇമ്പോർട്ടൻറ്റ്? സോ HRM ഹെൽപ്സ് ക്രിയേറ്റ് പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ്. ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിനെ വളരെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ഓർഗനൈസേഷന് അവരുദ്ദേശിക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എല്ലാ എംപ്ലോയീസും ഒരുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ കമ്പനിക്ക് ഉദ്ദേശിക്കുന്ന ഗോൾസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. സോ ദാറ്റ് മീൻസ് ഒരു നല്ലൊരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാം, എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരിക, അതുപോലെ തന്നെ നല്ലൊരു ടീം വർക്ക് ബിൽഡ് ചെയ്യുക, ആൻഡ് ഓൾസോ ഇംപ്രൂവിങ് ദ പെർഫോമൻസ്. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക. ഒരു ചെറിയ കമ്പനി ആയിക്കോട്ടെ, ഒരു വലിയ കമ്പനി ആയിക്കോട്ടെ, ഇവിടെയെല്ലാം HRMൻ്റെ റോൾ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ HRM ഹെൽപ്സ് ക്രിയേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ്. ഇറ്റ് എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ. HRM plays a major role in building strong teams, teamwork കൊണ്ടുവരിക, ആൻഡ് ഇംപ്രൂവിങ് പെർഫോമൻസ്. ആൻഡ് ഓൾസോ ഞാൻ ലാസ്റ്റ് പറഞ്ഞതുപോലെ അതൊരു ചെറിയ കമ്പനി ആയിക്കോട്ടെ, വലിയ കമ്പനി ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും എന്തുണ്ട്? HRMൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ്, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വൈ ഈസ് ഇറ്റ് കാൾഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? എന്തുകൊണ്ട് ആ ഒരു പ്രോസസ്സിനെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നു? ബിക്കോസ് ഹ്യൂമൻ മീൻസ് ആ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾ, ആ വർക്ക് ഫോഴ്സിനെയാണ് എന്ത് ചെയ്യുക? ഹ്യൂമൻ എന്ന് മെൻഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ റിസോഴ്സ്. വാട്ട് ഈസ് റിസോഴ്സ്? റിസോഴ്സ് മീൻസ് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള പീപ്പിൾ, എംപ്ലോയീസ്, ദേ ആർ വാല്യൂബിൾ. ഹൈലൈറ്റ് ദാറ്റ് people are valuable assets. And management simply means, മാനേജ്മെന്റിന്റെ ഒരു ടേമിന്റെ തന്നെ ഡെഫിനിഷൻ നമുക്കറിയാം അല്ലെ? മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മേ ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഇൻ ദ പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് യൂസിങ് പീപ്പിൾ എഫക്റ്റീവ്ലി. വളരെ എഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട്, അറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യുക? നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ യൂസ് ചെയ്യുക, എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുക. സോ എന്തൊക്കെയാണ് HRMൻ്റെ മെയിൻ ഫങ്ഷൻസ്? അതായത് നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ്സിനെ കറക്റ്റ് ടൈമിൽ റിക്രൂട്ട് ചെയ്യുക, റിക്രൂട്ടിങ് ദ റൈറ്റ് പീപ്പിൾ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്. അതായത് നമ്മുടെ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ എൻകറേജിങ് ഹൈ പെർഫോമൻസ്. നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിന് എന്ത് ചെയ്യുക? നമ്മൾ അവാർഡും റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷനൊക്കെ കൊടുക്കുക. എന്നാലല്ലേ അവർ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുകയുള്ളൂ. സോ ബിൽഡിങ് എ ഹെൽത്തി വർക്ക് പ്ലേസ് കൾച്ചർ. നല്ലൊരു വർക്ക് പ്ലേസ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസ് കൊണ്ടുവരിക. റീറ്റെയിനിങ് സ്കിൽഡ് എംപ്ലോയീസ്. അതായത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കമ്പനി ലീവ് ചെയ്ത് പോകാൻ കാരണമാകും. സോ നമ്മുടെ എംപ്ലോയീസിനെ
കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യണം, റീറ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. ഗോൾസ് ഓഫ് HR: to ensure that the right people are in the right roles and are motivated and supported to do their best work helping the organization succeed. അതായത് ആപ്റ്റ് ആയിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള, റൈറ്റ് സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ തന്നെയാണോ നമ്മൾ ഓരോ റോൾസിലേക്ക് ഹയർ ചെയ്തിട്ടുള്ളത്? അവർ മോട്ടിവേറ്റഡ് ആണോ? അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആൻഡ് ഓൾസോ ഇതൊക്കെയും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇതാണ് നമ്മുടെ HR-ന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതായത് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷന് കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്യുക. സോ ഡെഫിനിഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇവിടെ രണ്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റും HR-നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഡെഫിനിഷൻ നോക്കുക. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫ്ലിപ്പോ, human resource management is the planning, organizing, directing and controlling of the procurement, development, compensation, integration, maintenance and the separation of human resources to the end that individual, organization and societal objectives are accomplished. അതായത് എഡ്വിൻ ബി ഫ്ലിപ്പോ പറയുന്നു, HR എന്നാൽ എംപ്ലോയീസിനെ അവർ ഹയർ ചെയ്യുന്നത് മുതൽ അവർ കമ്പനി ലീവ് ചെയ്ത് റിസൈൻ ചെയ്ത് പോകുന്നത് വരെയുള്ള എൻ്റയർ പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്നതാണ് HR എന്ന് പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? എത്രത്തോളം സ്റ്റാഫിനെ നമുക്ക് വേണം, പ്ലാനിങ് നടത്തുക. പ്ലാനിങ്, ഹൗ മെനി സ്റ്റാഫ് വി നീഡ്, എത്ര സ്റ്റാഫിന് നമ്മുടെ കമ്പനിക്ക് വേണം. അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള, റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുക, അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ തന്നെ എന്താ, അവർക്ക് കറക്റ്റായിട്ട് സാലറി കൊടുക്കുക, പേയിങ് ദ കറക്റ്റ്ലി, ദാറ്റ് മീൻസ് കോമ്പൻസേഷൻ, ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ്. അതുപോലെ തന്നെ അവരെ കമ്പനിയുമായിട്ട് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, മീൻസ് അവരെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫൈനലി എന്ത് ചെയ്യുക, അവർ കമ്പനി ലീവ് ചെയ്ത് പോകുമ്പോൾ എക്സിറ്റ് പ്രോസസ്സ് വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്യുക. ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് എഡ്വിൻ ബി ഫ്ലിപ്പോ പറയുന്നു. ഇതിലൂടെ ഓർഗനൈസേഷനും എംപ്ലോയീസിനും സൊസൈറ്റിയും ഒരുപോലെ എന്തുണ്ടാവും, ഒരുപോലെ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കിയേ. ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഡിഫൈൻസ് HRM ആസ്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഡിഫൈൻസ് HRM ആസ്, അവർ പറയുന്നു HRM എന്നാൽ ജസ്റ്റ് HR ഡിപ്പാർട്ട്മെന്റിന്റെ ജോബ് മാത്രമല്ല, പകരം ആരൊക്കെയാണോ എംപ്ലോയീസുമായിട്ട് ഡീല് ചെയ്യുന്നത്, അതായത് സിംപ്ലി എംപ്ലോയീസുമായിട്ട് ഡീല് ചെയ്യുന്ന എല്ലാ മാനേജേഴ്സും HRM-ന്റെ പാർട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് അവിടെ ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ എല്ലാവരും ഒരുമിച്ചൊരു ടീം വർക്ക് കൊണ്ടുവരാന്നാണ് മെയിൻലി ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. ജസ്റ്റ് നോക്കുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ദോസ് ഹൂ മാനേജ് പീപ്പിൾ, ആരൊക്കെയാണോ പീപ്പിളിനെ മാനേജ് ചെയ്യുക, ആസ് വെൽ ആസ് ബീയിങ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വർക്ക് ഓഫ് ദോസ് ഹു ആർ എംപ്ലോയിഡ് ആസ് സ്പെഷ്യലിസ്റ്റ്. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് ദ പീപ്പിൾ അറ്റ് വർക്ക്, അതായത് നമ്മുടെ പീപ്പിളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് വിത്ത് ദെയർ റിലേഷൻഷിപ്പ് വിത്തിൻ ദ എന്റർപ്രൈസ്, അതായത് അവിടെ നല്ല റിലേഷൻഷിപ്സ് എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക. ഇറ്റ് അപ്ലൈസ് നോട്ട് ഓൺലി ടു ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ബട്ട് ടു ഓൾ ഫീൽഡ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. ജസ്റ്റ് ഇൻഡസ്ട്രീസിൽ മാത്രമല്ല, ഓർഗനൈസേഷൻസിൽ മാത്രമല്ല, എല്ലാ ഫീൽഡ് അല്ലെങ്കിൽ എല്ലാ ജോബ് ടൈപ്പിലും എന്താണ് ഈ ഒരു HRM ആപ്ലിക്കബിൾ ആണ് എന്നാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് HRM-നെ ഡിഫൈൻ ചെയ്യുന്നത്. രണ്ടുപേരും രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും കൺസെപ്റ്റ് സ്റ്റിൽ ദ സെയിം ഒന്ന് തന്നെയാണ്, മാനേജിങ് ദ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. സോ നെക്സ്റ്റ് ടോപ്പിക്, നേച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. സോ എന്താണ് HRM-ന്റെ മെയിൻ നേച്ചർ എന്താണ്? സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് HRM ഈസ് എ ഇൻഹെറന്റ്
പാർട്ട് ഓഫ് മാനേജ്മെന്റ്. അതായത് HR വളരെ ക്ലോസ്ലി മാനേജ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. നോക്കുക, HRM is closely connected to management because manage people is crucial to achieve an organizational goal. എന്തുകൊണ്ടാണ് why it is connected to the management? Because ഒരു ഓർഗനൈസേഷനിലെ അവരുദ്ദേശിക്കുന്ന ഗോൾസ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ റിസോഴ്സസ് ലൈക്ക് മണി, മെറ്റീരിയൽ ആൻഡ് മിഷൻ ആർ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ റിസോഴ്സസ്, മണി, ഒരു കമ്പനിയുടെ മണി, അവരുടെ മെറ്റീരിയൽസ്, അവരുടെ മിഷൻസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സ്. ഓക്കെ, ബട്ട് ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ മോസ്റ്റ് വൈറ്റൽ. വിത്തൗട്ട് പ്രോപ്പർ ഹ്യൂമൻ എഫേർട്ട് അതർ റിസോഴ്സസ് cannot function effectively. അവിടെയുള്ള എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ അവിടുത്തെ മെറ്റീരിയൽസ്, മെഷീൻസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? കാരണം എംപ്ലോയീസ് അല്ല ഈ വർക്ക് എല്ലാം ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷുഡ് ബി ദ എന്തായിരിക്കണം? നമ്മുടെ എംപ്ലോയീസ് ആയിരിക്കണം. അവരെയാണ്, അവരുടെ എഫേർട്ട് പ്രോപ്പറായിട്ട് ഹ്യൂമൻ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഒരു ഫംഗ്ഷനും എന്ത് ചെയ്യില്ല, അവിടെ കറക്റ്റായിട്ട് നടക്കില്ല. സോ that's why HRM is an inherent part of management. Next point is HRM is a pervasive function. That means HRM is present at all levels of an organization. അതായത് HRM ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ലെവലിലും എന്താണ്, എല്ലാ ലെവലിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഐറ്റമാണ്. നോട്ട് ജസ്റ്റ് ഇൻ ദ HR ഡിപ്പാർട്ട്മെന്റ്. HR ഡിപ്പാർട്ട്മെന്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കൺസെപ്റ്റ് അല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എംപ്ലോയീസ് ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസിനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യണം, അല്ലാതെ HR ഡിപ്പാർട്ട്മെന്റിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല. സോ എവറി ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഹാസ് എംപ്ലോയീസ് മസ്റ്റ് മാനേജ് their പെർഫോമൻസ്, സോൾവ് പ്രോബ്ലംസ് ആൻഡ് സപ്പോർട്ട് ടീം പ്രൊഡക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ, ഒരു മാർക്കറ്റിംഗ് മാനേജർ അവരുടെ ടീമിലുള്ള ബാക്കി ഇപ്പോൾ സെയിൽസ് ടീം, മാർക്കറ്റിംഗ് ടീംസ് ഉണ്ടാവില്ലേ? സോ അവരെയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് അല്ലേ? അവരുടെ പെർഫോമൻസ് നിങ്ങൾ ഇങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക. സോ അതും ഒരു HR ഫംഗ്ഷൻ ആണ്, കാരണം അവരുടെ പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു. എ മാർക്കറ്റിംഗ് മാനേജർ ഓൾസോ പെർഫോം HR ഫംഗ്ഷൻസ് ലൈക്ക് റിവ്യൂയിങ് ടീം പെർഫോമൻസ് ഓർ അഡ്രസ്സിംഗ് ചലഞ്ചസ്. So next point, HRM is people centric. HRM people centric ആണെന്ന് പറയാൻ എന്താ കാരണം? കാരണം HRM ഇതിന്റെ മെയിൻ ഫോക്കസ് എന്താ? പീപ്പിൾ അല്ലേ, ഹ്യൂമൻ റിസോഴ്സ് അല്ലേ. സോ ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ എംപ്ലോയീസ് ആർ ഹയർഡ്. അപ്പൊ എന്താ HRMന്റെ മെയിൻ ഫംഗ്ഷൻ? നമ്മുടെ എംപ്ലോയീസിനെ ഹയർ ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക അല്ലേ? അവർ ഓർഗനൈസേഷനിൽ റീറ്റെയിൻ ചെയ്യണം, അവർ കമ്പനി വിട്ടു പോവരുത് അല്ലേ, അവരവിടെ നിൽക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ എംപ്ലോയീസ് ആർ ട്രെയിൻഡ്, അതുപോലെ മോട്ടിവേറ്റഡ് ആൻഡ് റീറ്റെയിൻഡ്. സോ HRM is all about understanding and managing people. അപ്പോൾ HRM എന്ന കൺസെപ്റ്റ് തന്നെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, അവിടുത്തെ എംപ്ലോയീസിനെ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ടാണ് അതൊരു പീപ്പിൾ സെന്റർ അപ്രോച്ച് ആവുന്നത്. ആൻഡ് ദെൻ കണ്ടിന്യൂസ് പ്രോസസ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്, ബിക്കോസ് ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ്. അത് എവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാരണം എംപ്ലോയീസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണ്. ജസ്റ്റ് ഹയറിങ്ങിലോ ട്രെയിനിങ്ങിലോ ഡെവലപ്മെന്റിലോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത് നിൽക്കുന്നില്ല. സോ HRM doesn't stop with the hiring or basic management. It is ongoing. The workplace is dynamic and new challenges or employee issues arise often. അതായത് പുതിയ പുതിയ ടാസ്ക്, റിസ്ക്, ചലഞ്ചസ്, എംപ്ലോയീസ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ? ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ HRM പ്രോസസ് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു പ്രോസസ് ആണ്. സോ HRM കണ്ടിന്യൂസ്ലി ഐഡന്റിഫൈസ് ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് ആൻഡ് മേക്കിംഗ് ഇറ്റ് എ നെവർ എൻഡിങ് പ്രോസസ്. നെക്സ്റ്റ് എന്താ? നോട്ട് കൺഫൈൻഡ് ടു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് അലോൺ. അതായത് HR പ്രാക്ടീസസ് ജസ്റ്റ് ബിസിനസ് ഫീൽഡിൽ മാത്രം ഉള്ള ഒരു കൺസെപ്റ്റ് അല്ല. അതായത് നോൺ ബിസിനസ് സെക്ടേഴ്സ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, ഇവിടെയൊക്കെയും HRന്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, HRMന്റെ കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് അവിടെയൊക്കെയും എംപ്ലോയീസ് ഉണ്ട്, അവിടെയൊക്കെയും വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഈ വർക്കേഴ്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം,
ഹാൻഡിൽ ചെയ്യണ്ടേ? സോ അതുകൊണ്ട് നോട്ട് കൺഫൈൻഡ് ടു ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. HRM practices are applicable beyond just businesses. It is used in non-business sectors like healthcare, education, recreation. The focus remains on improving both employees-ന്റെ സേഫ്റ്റി, അവരുടെ വെൽബീങ്, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ സക്സസ്, ഇതിലെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ബാക്കി ടോപ്പിക്സുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.